അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു അബിദ്ദുന്യ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം. ഒരു നാട്ടിൽ അവിടെയുള്ള ജനങ്ങളൊക്കെയും ആ നാട്ടിലുണ്ടായിരുന്ന ഒരു മരത്തിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ആ മരത്തിനാണ് വിശ്വസിക്കുന്നത്. മരമാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത്, മരമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നാട്ടുകാരൊക്കെയും അതിനെ ആരാധിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിൽ നല്ല അല്ലാഹുവിനെ ഭയന്ന് തഖ്വ ചെയ്ത് ഇതിലൊന്നും പെടാതെ അല്ലാഹുവിനെ മാത്രം ജീവിച്ചിരുന്ന ഒരാൾക്ക് ഇതിനെ കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിനൊക്കെ സഹിച്ചില്ല. നല്ല തഖ്വയുള്ള ആളാണ്, നല്ല ഈമാനുള്ള ആളാണ്. ഒരു നിലക്കും നഫ്ഉം ചെയ്യാൻ കഴിയാത്ത ഈ മരത്തിനിക്ക് ഇവർ പൊട്ടന്മാരായിട്ട് എന്തിനാണ് വിശ്വസിക്കുന്നത്, അതിനെ ആരാധിക്കുന്നത്? ആ മരം തന്നെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവർ ആരാധിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു ദിവസം അതിനെ വെട്ടാൻ വേണ്ടി, അതിനെ മുരിക്കാൻ വേണ്ടി ഇദ്ദേഹം പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ അവിടെ ഇബ്ലീസ് വന്നു. ഇബ്ലീസാണല്ലോ ഇതൊക്കെ ചതിക്കുന്നത്. ആ നാട്ടുകാർക്കെയും ചതിച്ചത് ഇബ്ലീസാണല്ലോ. ഇനി ആ മരം പോയാൽ പിന്നെ ആ നാട്ടുകാർ അതിന് ആരാധിക്കില്ലല്ലോ. അപ്പോൾ ഇബ്ലീസ് ഇദ്ദേഹത്തിനോട് വന്നുകൊണ്ട് ഒരു മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ഹിക്മത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഇബ്ലീസ് വന്നുകൊണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ല നിങ്ങളെങ്ങോട്ടോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അല്ല നിങ്ങൾ എന്തിനാണ് അതിനെ വെട്ടാൻ പോകുന്നത്? നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ പോരെ, ജനങ്ങളെ വിശ്വസിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് അതിനെ തടയാൻ പോകുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വെറുതെ മനുഷ്യന്മാരെന്തിനാണ് പൊട്ടന്മാരാകുന്നത്? അതിനെ ആരാധിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഒരിക്കലും അതിനെ ആരാധിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ മരത്തിനെ വെട്ടാൻ പോകാൻ പാടില്ല. അങ്ങനെ പോവാതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ദിവസം 2 ദീനാർ പണം ഞാൻ നിങ്ങളെ കയ്യിൽ തരും. അത് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പണമെന്ന് കേൾക്കുമ്പോഴേക്ക് ചിലപ്പോഴൊക്കെ ആൾക്കാർ പിന്തിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനിക്ക് എന്തോ മനസ്സിലൊരു സന്തോഷം തോന്നി. അത് ആര് തരുമെന്ന് ചോദിച്ചു. ഞാൻ തരും, എന്ന് നിങ്ങളെ വീട്ടിൽ 2 ദീനാർ പണം ഉണ്ടായാൽ പോരെ എന്ന് രാവിലെ. ഓക്കെ, ഇല്ല എനിക്ക് കിട്ടാത്ത ദിവസം ഞാൻ വന്ന് ഇവിടെ മരം വെട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അങ്ങനെ രണ്ടാളും അവിടുന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം ഇദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ അത്ഭുതം, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വിരിപ്പിൽ തന്നെ 2 ദീനാർ പണം കാണുകയാണ്. അത് എല്ലാ ദിവസവും കണ്ടു. ഇദ്ദേഹത്തിനൊക്കെ വല്ലാത്ത സന്തോഷമായി. ഞാൻ എന്തിനു വെറുതെ ആ മരം വെട്ടാൻ പോകണം, എനിക്ക് ഈ പണം കിട്ടുന്നതല്ലേ എന്ന് ചിന്തിച്ച് ഇദ്ദേഹം പിന്നെ ആ മരം വെട്ടുന്ന കാര്യം അവിടെ നിന്ന് മറന്ന് ഈ പണത്തിൻ്റെ പിന്നാലെ അദ്ദേഹം ഇങ്ങനെ കൊതിക്കുകയാണ്. അതിങ്ങനെ കൊതിച്ച് എന്നും അതിനെ കൊതിച്ച് നാളെ രാവിലെ കിട്ടുമെന്ന് കൊതിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കിയപ്പോൾ പണം അവിടെ കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് ചൂടായി. ഇദ്ദേഹം എണീച്ച് വീണ്ടും ആ മരത്തിനെ വെട്ടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹം പോകുന്നത് എന്തിനാണ്? പണം കിട്ടാത്തതിൻ്റെ പേരിലാണ്. മുമ്പ് പോയത് എന്തിനാണ്? അല്ലാഹുവിൻ്റെ ആ ഈമാനോട് കൂടെയാണ്. അപ്പോഴാണ് ഇബ്ലീസ് അവിടെ നിന്ന് നേരത്തെ വന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ തടയാൻ നോക്കണം. പക്ഷേ ഇപ്പോൾ ഇബ്ലീസ് വന്നത് അവൻ്റെ യഥാർത്ഥ രൂപത്തിലാണ്, നേരത്തെ ഹിക്മത്തിലൂടെയാണ്. അപ്പോഴാണ് ഇബ്ലീസ് പറയാൻ, നിങ്ങളെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, നിങ്ങളെ ഞാൻ താത്തിടാനും നിങ്ങളെ വളർത്തിടാനും നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും എനിക്ക് ഇന്ന് ശക്തിയുണ്ട്. പക്ഷേ അന്ന് നിങ്ങൾ പോയപ്പോൾ എനിക്ക് നിങ്ങളെ താത്തിടാനുള്ള ശക്തി എനിക്കുണ്ടായിട്ടില്ല. കാരണം അത്രമാത്രം ഈമാൻ നിങ്ങളെ കൽബിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഹിക്മത്തിലൂടെ നിങ്ങളെ ഞാൻ പിന്തിരിപ്പിച്ചതാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ മരം വെട്ടാൻ പോകുന്നത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയല്ല, നിങ്ങൾ പണത്തിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ അല്ലാഹു ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളെ എങ്ങനെയും അതൊന്ന് തടയാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ഇബ്ലീസ് അവിടുന്ന് ആ മനുഷ്യനെ ആട്ടി ഓടിക്കുകയാണെന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നാം കേൾക്കേണ്ടത് ഒരു ഈമാനിൻ്റെ ശക്തി. ഈമാന് കൽബിൽ കൂടിയാൽ ഇബ്ലീസിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേ സമയത്ത് പണത്തിന് വേണ്ടി
അധികാരത്തിന് വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്തുകളെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഇബ്ലീസ് നമ്മെ ചതിയിൽ കൊണ്ടുപോയിടുകയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഈമാനിൻ്റെ പവർ അത് ചെറുതൊന്നുമല്ല. ഇബ്ലീസ് ഒരിക്കലും നമ്മളടുക്കൽ അടുക്കില്ല. ഈമാനുണ്ടെങ്കിൽ ഇല്ലാത്ത കാലത്തോളം എന്ത് ഇബാദത്തുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ള വലിയൊരു സംഭവമാണ്, സന്ദേശമാണ് ഈ ചരിത്രത്തിലൂടെ മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.